will present a meaningful and thought-provoking skit. This presentation carries an important message for our daily lives, one that challenges us, encourages us, and draws us closer to God. Let us watch prayerfully, allowing the Holy Spirit to speak to our hearts. നീ ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ കണ്ടില്ലല്ലോ DJ പാർട്ടിക്ക്. നമ്മുടെ ഗാങ്ങിലുള്ള എല്ലാരും ഉണ്ടായിരുന്നു. നീ എന്ന് കാണാറ്റും? ഞാൻ ഇപ്പൊ വിളിക്കാം. ഇതെന്താണ് ഈ സാധനം? ഒന്ന് കയറി നോക്കിയാലോ? ഒന്നുകൂടി കയറി നോക്കിയാലോ? അയ്യോ, എനിക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നവീൻ മച്ചൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിയമൂടുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, ഇവിടെ ഒരു മച്ചൻ വീണ് കിടക്കുന്നു. നമുക്ക് അവനെ രക്ഷിക്കുന്ന വീഡിയോ ആണ് ഇനി നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. മച്ചനെ കൈ തരൂ. മച്ചനെ ഒന്നും കൂടി ശ്രമിക്കാം, കൈ തരൂ. സോറി മാൻ, എനിക്ക് ഇതിനെ രക്ഷിക്കാൻ കഴിയും തോന്നുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നവീൻ മച്ചാൻ. എന്നെ ഇട്ടേച്ച് പോവല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. പുഞ്ചിരി മാഡം അല്ലേ ഇത്? ഓ, ആണെങ്കിൽ ഞാൻ മാഡത്തിന്റെ ബിഗ് ഫാനാണ്. ആണോ? ഈ ഫാൻസുകാരെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു സെൽഫി എടുത്തോട്ടെ മാഡം? ഓ, അതിനെന്താ, അങ്ങോട്ട് മാറി നിന്ന് എടുത്തോളൂ. അയ്യോ, ഞാനും മാഡവുമായിട്ടുള്ള സെൽഫിയാ. ഓ, അങ്ങനെയാണോ? ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. ഓ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഓ മൈ ഗോഡ്, എന്തു പറ്റി? എങ്ങനെയാ ഇതിൽ വീണത്? പൊന്നമ്മച്ചി, എന്നെ ഒന്ന് രക്ഷിക്കേ. അമ്മച്ചിയോ? ആരാണോ തന്റെ അമ്മച്ചി? ഓ, എന്റെ കയ്യിലെ യൂടെക്സ് പോകും. ഞാൻ പോകുന്നു, അവിടെ കിടക്ക്. ഇട്ടേച്ച് പോവല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. നീ എങ്ങനെയാ ഇതിനകത്ത് വീണു പോയേ? എന്താണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. ഇപ്പൊ കേറാൻ സാധിക്കുന്നില്ല. എന്നെ ഒന്ന് രക്ഷിക്കാമോ? എടാ മോനെ, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ കാര്യമെല്ലാം ഞാൻ ഏറ്റു. ഞാൻ ഇവിടുത്തെ MLA, ഞാൻ നിന്നെ രക്ഷിക്കാം. കൈഞ്ഞു തന്നേ. ഒന്നുകൂടെ നോക്കാം, മുറുകെ പിടിക്ക്. എനിക്ക് ജില്ലാ സമ്മേളനത്തിന് പോകാൻ സമയമായി. പോയിട്ട് വന്നിട്ട് രക്ഷിക്കാം. ഇട്ടേച്ച് പോവല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു.
രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ആരാടാ കിടന്ന് നിലവിളിക്കുന്നത്? നീ എന്താണ് ആ കുഴി കയറി കിടക്കുന്നത്? കുറിച്ചോ വയറ്റിൽ കിടക്കണം, അല്ലാണ്ട് കുഴിയിലല്ല കിടക്കേണ്ടത്. എന്നെ കണ്ട കുടിച്ചിട്ട് നാനിട്ട് നടക്കുന്നത്? ഇട്ടേച്ച് പോവല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ആ, ഞാൻ നിന്നെ രക്ഷിക്കാം. ആ കൈ ഇങ്ങോട്ട് എടുക്കും. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. നീ ആഞ്ഞു പിടിച്ചോ കേട്ടോ. എടാ, എന്റെ ഇനി ഊരുത്താനായിട്ട് ഇനി നിക്കറ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ എന്റെ ജീവനം കൊണ്ട് പോവാണ്. ഇട്ടേച്ച് പോവല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. Your time is up, my time is now. You can't see me, my time is now. It's the franchise where I'm shining now. You can't see me, my time is now. In case you forgot or fell off, I'm still hot, knock your shell off. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. നീ എന്തിനാടാ പേടിക്കുന്നത്? ഈ വർഷത്തെ മിസ്റ്റർ ബോഞ്ചിക്കര ഞാനാണ്. എനിക്ക് നിന്നെ ഒറ്റ കൈ കൊണ്ട് തൂക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് എങ്ങനെയും ഒന്ന് രക്ഷിക്കേ. ഡാ, എന്റെ കൈയെ മുറുകെ പിടിച്ചോ. നീ ഇവിടെ കിടന്നോ, എനിക്ക് ജിമ്മിൽ പോകാൻ സമയം. ഇട്ടേച്ച് പോവല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലോ കുശിനേൽക്കൂ, നിന്റെ പേർക്കല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇത് പാപമായിരുന്നു എന്ന് നിനക്കറിയത്തില്ലായിരുന്നോ? നിനക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ മനസ്സുണ്ടോ? അതെ, രക്ഷ പ്രാപിക്കാൻ എനിക്ക് മനസ്സുണ്ട്. പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള ഏക മാർഗം യേശുക്രിസ്തുവാണ്. റോമാലേഖനം 10-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീ നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്താൽ നിനക്ക് രക്ഷയുണ്ടാകും. സ്നേഹസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അബദ്ധവശാൽ പാപത്തിൽ വീണുപോയ ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ പലപ്പോഴും വന്നുഭവിച്ച അബദ്ധങ്ങൾ, പാപത്തിന്റെ കുഴിയിൽ അവൻ വീഴാനിടയായി. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയം ഈ പാപക്കുഴിയിൽ നിന്ന് ഇവനൊരു രക്ഷ അവിടുന്ന് നൽകി മാനിക്കണമേ. അവന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അങ്ങ് സഫലമാക്കണമേ. ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഇവനെ സ്വതന്ത്രനാക്കി നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റണമേ. ഇന്നു മുതൽ അവൻ ക്രിസ്തുവിനുള്ളവനായി ജീവിക്കാൻ, വാസ്തവമായി വചനം ഇവന്റെ ഉള്ളിൽ വാസം ചെയ്യാൻ ദൈവം കൃപ ചെയ്താലും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ലോകം നൽകുകയില്ല ദോഷം സമാധാനം.